ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സൂപ്പർ ലീഗും തേഞ്ഞ് ഡ്യൂറന്റ് കപ്പും തേഞ്ഞ് ഇനി മുഖം രക്ഷിക്കാൻ ആകെ മുന്നിലുള്ളത് ഒരു സൂപ്പർ കപ്പ് മാത്രമാണ്. അതിനകത്തെങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കണം. കപ്പടിക്കണം എന്ന് പറഞ്ഞാൽ വേണമെങ്കിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം നോക്കൌട്ട് ഫോർമാറ്റിലാണ് മത്സരങ്ങൾ. അതുകൊണ്ട് ഒരു 3-4 മത്സരം ജയിച്ച് കപ്പടിക്കാനൊക്കെ പറ്റും. മറ്റു ടീമുകൾ പക്ഷേ കാഴ്ച കാണാൻ വരുന്നവരല്ലോ. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി നേരത്തെ തന്നെ സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നുണ്ട് എന്നുള്ളത് ഇത്തിരി സന്തോഷമുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ 20 ശേഷം തുടങ്ങുന്ന സൂപ്പർ കപ്പിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാർച്ച് 24 തന്നെ തയ്യാറെടുപ്പ് ആരംഭിക്കുന്നുണ്ട്. താരങ്ങളൊക്കെ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഒരു വെക്കേഷന് വേണ്ടിയിട്ട്. അതെല്ലാം ഒഴിവാക്കി, അതായത് വെക്കേഷൻ കഴിഞ്ഞ ശേഷം മാർച്ച് 24 താരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് തുടങ്ങും. സീനിയർ താരങ്ങൾ അണിനിരക്കുന്ന ഫസ്റ്റ് ചോയ്സ് ടീമിനെ തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു ടൂർണമെന്റാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇടക്കാല പരിശീലകന്റെ തോമസ് ഹൗസ് ഹൈദരാബാദിലോട്ട് പോയ ശേഷം സൂപ്പർ കപ്പിന് മുമ്പ് തന്നെ പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം മാർച്ച് 24-നുള്ളിൽ പുതിയ പരിശീലകനെ നിയമിക്കേണ്ടത് അനിവാര്യതയാണ്. അല്ലാതെ എന്ത് തേങ്ങ കാണിക്കാനാണ്. മാർച്ച് 24 കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനുള്ള ട്രെയിനിങ് ആരംഭിക്കും.